നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുന്നു. അരുംകൊലയുടെ ബാക്കി. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ആലോചന. സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് സർക്കാർ നീക്കം. ഇന്നലെ അറസ്റ്റിലായ രണ്ടാം പ്രതി സജി ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും സിബിഐ അന്വേഷണ ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിടുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. രഞ്ജിനി, ഈ ഇരട്ട കൊലപാതക കേസിൽ പീതാംബരന്റെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പീതാംബരന്റെ മൊഴിയോടുകൂടി കേസിൽ കാര്യമായ കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ സിബിഐ അന്വേഷണത്തെക്കുറിച്ചുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നുണ്ട്. ഇതുകൂടി പരിഗണിച്ചാകണം ക്രൈംബ്രാഞ്ചിലേക്ക് വിടുന്നതിനെ കുറിച്ചുള്ള അന്വേഷണ ചർച്ചകൾ സജീവമായി പോലീസിൽ ഉണ്ട്. മാത്രവുമല്ല, ഇതുവരെ കാസർഗോഡിന്റെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ശ്രീനിവാസ് ഇനി മുതൽ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയിലേക്ക് നീങ്ങുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് എസ് പി ആയാണ് അദ്ദേഹം മാറുന്നത്. അതുകൊണ്ട് തന്നെ കേസ് തുടർ അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തട്ടെ എന്നതാണ് പോലീസിന്റെ ഒരു പൊതു നിലപാട്. ഈ വിവരം ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഉള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധരിപ്പിക്കും. അതിനെ തുടർന്ന് ഒരു അനുകൂല തീരുമാനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതേസമയം ഇന്ന് കൂടുതൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോഴും പെരിയ ഉള്ള ഒരു ഓട്ടോ ഡ്രൈവറും മറ്റൊരു പ്രതിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. തുടർ നടപടികളെ കുറിച്ചുള്ള ആലോചനകൾ പോലീസിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ പീതാംബരന്റെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പുകളും മറ്റ് ആയുധങ്ങൾ, കാരണം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കിട്ടിയത് ഒരു വാൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗിക്കാത്ത കിണറിൽ നിന്നാണ്. ഈ കൂടുതൽ ആയുധങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആയുധങ്ങൾക്കായുള്ള തിരച്ചിൽ നടത്തും. ഏതായാലും ഈ പീതാംബരന്റെ കുറ്റസമ്മതത്തോടുകൂടി പോലീസ് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലാതായി എന്ന തരത്തിലാണ് പോലീസിന്റെ പ്രതികരണം. കാരണം ഈ കൃത്യം നിർവഹിച്ചത് താനും സുഹൃത്തുക്കളും ചേർന്നാണെന്നും ഇതിന് പുറത്തുനിന്ന് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും അല്ലെങ്കിൽ അത്തരം ഒരു ഗൂഢാലോചന ഇല്ലെന്നും പീതാംബരന്റെ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി ഈ പീതാംബരനെ സഹായിച്ച ആളുകൾ, ഇതിലേക്ക് വാഹനം നൽകിയ ആളുകൾ തുടങ്ങിയവരുടെ അറസ്റ്റാണ് ഇനി രേഖപ്പെടുത്തേണ്ടത്. സജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പീതാംബരന് വാഹനം അക്രമത്തിന് ശേഷം ഈ സംഘത്തിന് യാത്ര ചെയ്യാനുള്ള വാഹനം നൽകി എന്ന പേരിലാണ് സജി അറസ്റ്റിലായിരിക്കുന്നത്. ഇനി കൂടുതൽ വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം ചോദ്യം ചെയ്യലിലൂടെ പുറത്തുവരുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ ആലോചന. സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് പെരിയയിൽ 2 യുവാക്കളെ ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് 4 ദിവസം കഴിയുമ്പോൾ പിടിയിലായത് 2 പേർ. അറസ്റ്റിലായ 2 പേരും CPM അനുഭാവികൾ. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകമെന്ന രീതിയിലാണ്. കൊലപാതകത്തിൽ പാർട്ടി നേതാക്കളുടെ പങ്ക് കൂടുതൽ വെളിവാകുമ്പോൾ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് നിഷ്പക്ഷ അന്വേഷണം നടത്തുമോ എന്ന ചോദ്യം ഉയരുക സ്വാഭാവികമാണ്. ഇതിനിടെ കേസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായാണ് സൂചന. ഈ സാഹചര്യത്തിൽ ന്യൂസ് അജണ്ട ചോദിക്കുന്നു, പെരിയ ഇരട്ടക്കൊല അന്വേഷണം നേരായ വഴിക്കോ? ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാവിലെ 7:30 മുതൽ വിളിക്കേണ്ട നമ്പർ 0471 661 5881. ചോദ്യം ഒരിക്കൽ കൂടി, പെരിയ ഇരട്ടക്കൊല അന്വേഷണം ശരിയായ വഴിക്കോ? കാസർഗോഡ് ഇരട്ട കൊലപാതകം മാറ്റിമറിച്ചത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അജണ്ട കൂടിയാണ്. പാർട്ടിക്കാരായ പ്രതികളെ തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ ചർച്ചയുടെ വഴിതിരിച്ചുവിടാനാണ് പ്രതിരോധത്തിലായ CPMന്റെ ശ്രമം. അതേസമയം കൊലപാതക രാഷ്ട്രീയം ചർച്ചയാക്കി ഒരേ സമയം ഇടതുമുന്നണിയെയും BJPയെയും നേരിടാനാണ് UDF തയ്യാറെടുക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതകം 3 മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് അജണ്ട ഒറ്റയടിക്ക് മാറ്റിമറിച്ചു. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പിന്നാക്കം പോയി. കൊലപാതക രാഷ്ട്രീയം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി. വർഗീയ വിരുദ്ധ നിലപാട്, നവോത്ഥാനം, വികസനം തുടങ്ങി ആത്മവിശ്വാസത്തോടെ ഇടതുമുന്നണി കരുതി വെച്ചിരുന്ന ആയുധങ്ങൾ ഏറെയായിരുന്നു. അതിനൊപ്പം NSS അടക്കമുള്ള സമുദായ സംഘടനകളോടുള്ള കടുംപിടുത്തത്തിൽ ചില വിട്ടുവീഴ്ചകൾ കൂടി ചെയ്താൽ
തിരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കാമെന്നായിരുന്നു CPM-ന്റെയും വിലയിരുത്തൽ. NSS-ഉമായി എപ്പോഴും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒരു ദൂതന്റെ ആവശ്യം ഇല്ല. NSS-ഉമായിട്ട് നേരിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ സാധിക്കും. പക്ഷേ കാസർകോട്ടെ ഇരട്ട കൊലപാതകം CPM-ന്റെ ഈ ആയുധങ്ങളിലെല്ലാം മുനയൊടിച്ചപ്പോൾ പുതിയ ആയുധമാണ് കോൺഗ്രസിന് നൽകിയത്. കൊലപാതക രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരെ സജീവ ചർച്ചയാക്കി നിർത്താനാവും ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് ശ്രമം. മുഖ്യമന്ത്രിയെയും കോടിയേരിയെയും പ്രതിസ്ഥാനത്ത് നിർത്തിയാവും കോൺഗ്രസിന്റെ പടപ്പുറപ്പാട്. എനിക്ക് കേരള മുഖ്യമന്ത്രിയോടാണ് ആവശ്യപ്പെടാനുള്ളത്. അങ്ങയുടെ അറിവും സമ്മതത്തോടെയാണെന്ന കാര്യം ഞങ്ങൾ ആരോപിക്കുന്നു. ഇല്ല എങ്കിൽ അരനൂറ്റാണ്ട് കാലത്തെ മൗനം മുഖ്യമന്ത്രി വെടിയാൻ തയ്യാറാകണം. അമിത്ഷാ മോഡി കൂട്ടുകെട്ട് പോലെയാണ് കോടിയേരി പിണറായി കൂട്ടുകെട്ട്. ഇവർ രണ്ടുപേരും സ്റ്റാലിനിസ്റ്റുകളാണ്. ഇവർ ക്രിമിനൽ മനസ്സുള്ളവരാണ്. കാസർകോട്ടെ കൊലപാതകത്തിൽ പങ്കില്ലെങ്കിലും കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ BJP-ക്കും കഴിയാതെയായി. ശ്രദ്ധാപൂർവം വളർത്തിക്കൊണ്ടുവന്ന ശബരിമലയടക്കമുള്ള വിഷയങ്ങളാണ് ഇതോടെ BJP-ക്ക് നഷ്ടമാകുന്നത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനും മുതലെടുക്കാനുമുള്ള ശ്രമങ്ങളാവും ഇനിയുള്ള ദിവസങ്ങളിൽ. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. TP കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന CPM നേതാവ് PK കുഞ്ഞനന്തന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രോഗബാധിതൻ ആയതിനാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് കുഞ്ഞനന്തന്റെ ആവശ്യം. എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ നൽകിയാൽ പോരെയെന്ന് കോടതി നേരത്തെ ആരാഞ്ഞിരുന്നു. എത്ര നാൾ ചികിത്സ വേണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഹർജിയിൽ വിശദീകരണം നൽകിയ സർക്കാർ കുഞ്ഞനന്തന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. കുഞ്ഞനന്തന് അനധികൃതമായി പരോൾ അനുവദിക്കുന്നുവെന്നതാരോപിച്ച് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ നൽകിയ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കും. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കുഞ്ഞനന്തൻ പരോൾ നേടുന്നുവെന്നാണ് രമയുടെ പരാതി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ കുഞ്ഞനന്തന് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതും അനധികൃതമായി പരോൾ ലഭിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ചികിത്സയ്ക്കെന്ന പേരിൽ പരോളിൽ ഇറങ്ങുന്ന കുഞ്ഞനന്തൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും ആരോപണമുണ്ട്. കുഞ്ഞനന്തന് പരോൾ അനുവദിക്കുന്നതിനെ ചോദ്യം ചെയ്ത് TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. പരോൾ തേടിയുള്ള കുഞ്ഞനന്തന്റെ ഹർജിയും KK രമയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കെത്തുമ്പോൾ ന്യൂസ് അജണ്ട പരിശോധിക്കുന്നു. ഇത്രയധികം പരോൾ കുഞ്ഞനന്തന് അർഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ദക്ഷിണ കൊറിയയിലേക്ക് പുറപ്പെട്ടു. സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം, ടൂറിസം, സുരക്ഷ, ഭീകരവാദം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച നടക്കും. മേക്കിംഗ് ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽ ദക്ഷിണ കൊറിയ പ്രധാന പങ്കാളിയാണ് എന്ന് യാത്ര തിരിക്കും മുൻപ് മോദി പ്രസ്താവനയിൽ പറഞ്ഞു. ലോകവാർത്തകൾ. യൂറോപ്പിൽ മിസൈലുകൾ വിന്യസിക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി റഷ്യ. അമേരിക്കൻ നീക്കത്തെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. വാർഷിക സ്റ്റേറ്റ് ദ നേഷൻ പ്രസംഗത്തിലാണ് പുടിൻ അമേരിക്കയ്ക്ക് താക്കീത് നൽകിയത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ശീതയുദ്ധകാലത്ത് ഒപ്പുവെച്ച INF ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക തീരുമാനിച്ചെങ്കിലും അവരുമായി ഏറ്റുമുട്ടലിനും പദ്ധതിയില്ല. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറിയ ശേഷം പുതിയ മിസൈലുകൾ നിർമ്മിച്ച് മോസ്കോയിലെത്താവുന്ന രീതിയിൽ രാജ്യങ്ങളിൽ വിന്യസിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കി. യൂറോപ്പിൽ വിന്യസിക്കുന്ന മിസൈലുകൾ 12 മിനിറ്റിനുള്ളിൽ മോസ്കോയിലെത്താനാകും. ഇതിന് ബദലായി പുതിയ മിസൈലുകൾ റഷ്യ വികസിപ്പിക്കും. യൂറോപ്പിൽ മിസൈൽ വിന്യസിക്കാൻ തീരുമാനമെടുക്കുന്ന രാജ്യത്തും റഷ്യൻ മിസൈലുകൾ എത്തുമെന്നും പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നയപരമായ തീരുമാനമെടുക്കുന്നവർ പ്രത്യാഘാതം വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെതിരായ കേസ് ഡൽഹി പട്യാല ഹൌസ് കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി തീരുമാനിക്കും. ഈ മാസം 4-ാം തീയതിയായിരുന്നു ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിക്ക് വിട്ടത്. കുറ്റപത്രത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ഉൾപ്പെട്ടതിനാലാണ് കേസ് സെഷൻസ് കോടതിക്ക് പരിഗണിക്കുന്നത്. 2014 ജനുവരി 17-നായിരുന്നു സുനന്ദ പുഷ്കർ സംശയാസ്പദമായ രീതിയിൽ മരിച്ചത്. കേസിൽ കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂരിനെ പ്രതി ചേർത്തുകൊണ്ട് ഡൽഹി പോലീസ് FIR സമർപ്പിച്ചിരുന്നു. വനാവകാശ നിയമപ്രകാരം ഭൂ അവകാശമില്ല എന്ന് കണ്ടെത്തിയ 10 ലക്ഷത്തിൽ പരം കുടുംബങ്ങളെ വനഭൂമിയിൽ നിന്ന് പുറത്താക്കണമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ നിന്നും 894 കുടുംബങ്ങളെ ഒഴിപ്പിക്കണം. ജൂലൈ 24-നകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിമാർക്ക് കോടതി നിർദ്ദേശം നൽകി. UPA സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല
കഴിയാത്തതാണ് ആദിവാസികൾക്ക് തിരിച്ചടിയായത്. രാജ്യത്തെ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികളടക്കമുള്ളവരെ 5 മാസത്തിനകം ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് സുപ്രീം കോടതി ഉത്തരവ്. 1ാം UPA സർക്കാർ കൊണ്ടുവന്ന വനാവകാശ നിയമത്തെ ചോദ്യം ചെയ്ത് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല നിർദ്ദേശങ്ങൾ. വനാവകാശ നിയമപ്രകാരം അവകാശവാദം ഉന്നയിച്ച് നൽകിയ അപേക്ഷകളിൽ സംസ്ഥാനങ്ങൾ നിരസിച്ചവയുടെ വിവരങ്ങൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ 39,999 അപേക്ഷകളിൽ 894 അപേക്ഷകൾ നിരസിച്ചതായാണ് സർക്കാർ സത്യവാങ്മൂലം. ഇതടക്കം 16 സംസ്ഥാനങ്ങളിലെ നിരസിക്കപ്പെട്ട അപേക്ഷകരെ അടുത്ത തവണ കേസ് പരിഗണിക്കുന്ന ജൂലൈ 24-നകം ഒഴിപ്പിക്കണം. ഇല്ലെങ്കിൽ അതിന് ഗൌരവത്തോടെ കാണുമെന്നാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. വനാവകാശ നിയമത്തിലെ വ്യവസ്ഥകളെ കോടതിയിൽ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ലെന്നാണ് ഉയരുന്ന വിമർശനം. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയധികം പേരെ വനഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ നടപടി തുടങ്ങുകയെന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് രാഷ്ട്രീയ വെല്ലുവിളിയാകും. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വേനൽ എത്തും മുൻപ് തന്നെ വയനാട് കടുത്ത വരൾച്ച ഭീഷണിയിൽ. കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങുകയാണ്. 2 ആഴ്ചക്കിടെ 2 പേർക്ക് സൂര്യതാപമേറ്റു. വയനാടൻ പകലുകൾ പൊള്ളുകയാണ്. അതിവർഷവും അതിശൈത്യവും ഇപ്പോൾ അതിതാപവുമായി അസാധാരണ കാലാവസ്ഥയെയാണ് ജില്ല അഭിമുഖീകരിക്കുന്നത്. പ്രളയത്തിന്റെ പാഠങ്ങൾ മുന്നിലുള്ളപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഖനനത്തിനും ഒരു നിയന്ത്രണവും ഇല്ല. ഇവിടുത്തെ കുന്നുകളിലുള്ള മരങ്ങളും മരച്ചാർത്തുകളും അതുപോലെ നമ്മുടെ വെറ്റ്ലാൻഡ്സുമാണ്, വയലുകളുമാണ്. ഇത് രണ്ടും വലിയ തോതിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കുന്നുകളിലെ വൃക്ഷാവരണം ഏകദേശം ഒരു 60% തന്നെ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മാർച്ച് എത്തും മുമ്പ് തന്നെ കാർഷിക വിളകൾ ഉണങ്ങിത്തുടങ്ങി. ജലാശയങ്ങളിലും പുഴകളിലും നീരൊഴുക്ക് നേർത്തതായി. വനാന്തർഭാഗങ്ങൾ വരണ്ടതോടെ മൃഗങ്ങൾ കാടിറങ്ങി. 2 ആഴ്ചക്കിടെ 2 തൊഴിലാളികൾക്ക് സൂര്യാതപമേറ്റു. വരും ദിവസങ്ങളിൽ വയനാട്ടിൽ ചൂട് കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. തോട്ടം മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ സമയം ക്രമീകരിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ ഷാഫിക്കൊപ്പം വയനാട്ടിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18. പ്രളയക്കെടുതിയിൽ നിന്നും കരകയറും മുൻപ് തന്നെ കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് കാലം തെറ്റിയെത്തിയ വരൾച്ച. അപ്രതീക്ഷിത കാലാവസ്ഥാ മാറ്റങ്ങളിൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയും ജനജീവിതവും ദുസ്സഹമാവുകയാണ്. വേനൽ എത്തും മുൻപേ വന്ന വരൾച്ചയിൽ കേരളം വരണ്ടുണങ്ങുമോ? ന്യൂസ് അജണ്ട ചോദിക്കുന്നു. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമത്തിലാണ് ഇടുക്കി മലയോരം. 1 മാസമായി വിവിധ ഇടങ്ങളിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴായിട്ടും അധികൃതർ കണ്ടമട്ടില്ല. ഇതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് മലയോരം. പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടാനില്ല. ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ മൂന്നാർ ടൗണിലും പഴയ മൂന്നാറിലെ പുതിയ പാലത്തിന് സമീപവും കുടിവെള്ളം പാഴാകുകയാണ്. 1 മാസമായി ഇതാണ് അവസ്ഥ. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ കേട്ടമട്ടില്ല. മൂന്നാറിലെ ഹോട്ടലുകളിലേക്കും തോട്ടം തൊഴിലാളി ലയങ്ങളിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന പൈപ്പുകളാണിത്. റോഡിൽ തണ്ണി 24 മണി പോയിട്ടേ ഇருக்கு. ഇത് വാട്ടർ അതോറിറ്റി ഇത് ഗവനിക്കുന്നില്ല. കാലപ്പഴക്കമാണ് പൈപ്പുകൾ പൊട്ടാൻ കാരണമെന്നാണ് പരാതി. ചോർച്ച പരിഹരിക്കാൻ നടപടിയുണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 മൂന്നാർ. കൊച്ചിയിലെ ചെരുപ്പ് ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ അട്ടിമറി സാധ്യതകളും അന്വേഷിക്കാൻ തീരുമാനം. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഗോഡൌണിൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും. തീപിടുത്തം അട്ടിമറിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാകും പ്രധാനമായും പരിശോധിക്കുക. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത് എന്നും പരിശോധിക്കും. 6 നിലകളുള്ള കെട്ടിടം തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ഇതിനാൽ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ബ്രെക്സിറ്റിന് 5 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേയ്ക്കും കനത്ത തിരിച്ചടി. 3 എംപിമാർ പാർട്ടി വിട്ടതാണ് പാർട്ടിക്ക് തിരിച്ചടിയായത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരണമെന്ന് വാദിക്കുന്നവരാണ് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടിയിലെ 8 എംപിമാർ രാജിവെച്ച് സ്വതന്ത്ര ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. ഈ ഗ്രൂപ്പിൽ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് പാർട്ടി വിട്ടവരുടെ തീരുമാനം. ഇതോടെ പുതിയ ഗ്രൂപ്പിൽ പാർലമെന്റിൽ 11 അംഗങ്ങളായി. 3 പേർ രാജിവെച്ചതോടെ തെരേസ മേയുടെ നില കൂടുതൽ പരുങ്ങലിലായി. പുൽവാമ ഏറ്റുമുട്ടൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജവാൻ മരിച്ചു. ഹരിയാന സ്വദേശി സന്ദീപ് കുമാറാണ് മരിച്ചത്. ശ്രീനഗറിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴായിരുന്നു അന്ത്യം. കഴിഞ്ഞ 12-ന് പുൽവാമയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് സന്ദീപ് കുമാറിന് ഗുരുതരമായി പരിക്കേറ്റത്. ഫരീദാബാദ് സ്വദേശിയായ സന്ദീപ് കുമാറിന്റെ മൃതദേഹം
അന്ത്യകർമ്മങ്ങൾക്കായി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ലോട്ടറി നികുതി ഏകീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനു പിന്നിൽ അഴിമതിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നികുതി ഏകീകരണത്തിനുള്ള ഒരു വിഭാഗം ബിജെപി നേതാക്കളുടെ ശ്രമം ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടിയാണ് എന്ന് തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. നികുതി ഏകീകരണത്തിനെതിരെ ശക്തമായ എതിർപ്പ് തുടരാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. നിലവിൽ രാജ്യത്ത് ലോട്ടറിക്ക് ഇരട്ട നികുതിയാണ്. സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ലോട്ടറിക്ക് 18%, സ്വകാര്യ ലോട്ടറിക്ക് 28%. ഇത് ഏകീകരിച്ച് 18%ആക്കാനാണ് കേന്ദ്ര നീക്കം. GST കൗൺസിലിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർത്തതോടെ തീരുമാനമെടുക്കാൻ മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു. ഏകീകൃത നികുതി മതിയെന്നായിരുന്നു ഉപസമിതിയുടെ ശുപാർശ. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ലെന്നും ലോട്ടറി മാഫിയയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര നീക്കമെന്നും ധനമന്ത്രി തോമസ് ഐസക്. ആരാണ് ഇതൊക്കെ ഈ രീതിയിൽ കൗൺസിലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയാം, ഇതിൻ്റെ പിന്നിൽ വലിയ കാശുണ്ട്, അഴിമതിയുണ്ട്. BJPയിലൊരു ഭാഗം ഇത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ്. കൗൺസിലിൻ്റെ യോഗം ഇങ്ങനെ വീഡിയോ കോൺഫറൻസ് ആണെങ്കിൽ അന്യോന്യം വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ, ഒരാളല്ലേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങ് തീരുമാനിക്കാം എന്നൊക്കെ കുബുദ്ധികൾ, ഇങ്ങനെ കുതന്ത്രങ്ങൾ മെനയുന്നവരെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. ഇന്നലെ നടന്ന GST കൗൺസിൽ യോഗത്തിൽ കേരളം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. തുടർന്ന് തീരുമാനം മാറ്റിവെക്കുകയായിരുന്നു. ചർച്ച ചെയ്യുന്ന കാര്യം വ്യക്തമാണ്. ഈ ലോട്ടറി സംബന്ധിച്ച് BJP പല സംസ്ഥാനങ്ങൾക്ക് പോലും താല്പര്യമൊന്നുമില്ല. അവർക്ക് ഒരു ബന്ധവുമില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്കിതായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു സംശയം വേണ്ട, ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ചെയ്യത്തില്ല, ഒരു ഒത്തുതീർപ്പിലുണ്ടാവില്ല. അടുത്ത കൗൺസിൽ യോഗത്തിൽ നമ്മൾ ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മാഫിയയുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കും. അടുത്തയാഴ്ച വീണ്ടും GST കൗൺസിൽ യോഗം ചേരും. ആ യോഗത്തിലും നികുതി ഏകീകരണത്തെ കേരളം ശക്തമായി എതിർക്കും. BJP ഇതര സംസ്ഥാനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം.